കരുനാഗപ്പള്ളി KSRTCയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ട് വിനിയോഗിച്ച് യൂണിറ്റിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കി. 7,24,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. CR മഹേഷ് MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് KSRTCയുടെ കരുനാഗപ്പള്ളി യൂണിറ്റിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയത്. യൂണിറ്റ് ഓഫീസായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ പരിപൂർണമായും സൗജന്യമാക്കുകയും കാലത്തിനനുസരിച്ച് നവീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സർക്കാർ ഈ ഗതാഗത മേഖലയും പൊതുഗതാഗത സമ്പ്രദായം കൂടി പൂർണ്ണമായും സൗജന്യമാക്കുമ്പോൾ പിന്നെ നഷ്ടമില്ലാവും. വിദ്യാഭ്യാസ വകുപ്പിൽ ആരെങ്കിലും നഷ്ടം നോക്കാറുണ്ട്? ആരോഗ്യ വകുപ്പിൽ ആരെങ്കിലും നഷ്ടം നോക്കാറുണ്ടോ? ഇല്ലല്ലോ. കോടികളല്ലേ ചിലവാക്കുന്നത് ഓരോ വർഷവും ബഡ്ജറ്റ്. അപ്പോൾ ഇതും അങ്ങനെയുള്ള ഒരു മേഖലയാക്കി മാറ്റണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് പലരുടെയും മന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ പലരുടെ അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാലത്തിനനുസരിച്ച് ഇവിടെ 7,24,000 രൂപ നഗരസഭയുടെയും KSRTCയുടെയും യൂണിയൻ പ്രതിനിധികളുടെയും എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടും ശോച്യാവസ്ഥയുമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ നമുക്കതിൻ്റെ ലക്ഷണം മാറ്റിയെടുക്കണം. അതിന് MPയുടെ KC വേണുഗോപാൽ MPയുടെ സഹായം, നഗരസഭയുടെ സഹായം, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം, ഗതാഗത വകുപ്പിൻ്റെ സഹായം ഒക്കെ നമുക്ക് നേടിയെടുക്കണം. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസന ഫണ്ട് 7,24,000 രൂപ ഉപയോഗിച്ച് ഓഫീസ് തുടങ്ങിയാണ്. ഇത് പൊതുജനങ്ങൾക്കും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർക്കും വളരെയേറെ ഗുണകരമായ കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞ പോലെ കഷ്ടത്തിലും ഓടിക്കൊണ്ടിരുന്ന KSRTC ഇപ്പോൾ കയറി ഇപ്പം ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയതാണ് എൻ്റെ കൂട്ടുകൂടിയായ ഷിയാബൊക്കെ ഇപ്പം പറയുന്നത്. എൻ്റെ ഷിയാബൊക്കെയാണെന്ന് ഞങ്ങളെയൊക്കെ പൊതുപ്രവർത്തകരെയൊക്കെ മോശമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അബ്ദുൽ നിഷാരിയെ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ അഷിത S ആനന്ദ, ബൈജു KK, സഹീദ് S, ബിജു C, അബ്ദുൽ വഹാബ്, രാജീവനൻ, ജിജീഷ് M, ബിജു PM, പന്മന മഞ്ചേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.